റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കയറുന്നതിന് മുമ്പ് കുളിക്കുന്ന ഒരു കിണർ കാണിച്ചു തരട്ടെ. മക്കയിൽ സംസം കിണർ കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായ കിണറാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പ ഹാഷിം എന്നവരുടെ സഹോദരൻ അബ്ദു ഷംസ് ബിൻ അബ്ദു മനാഫ് എന്നവരാണ് ഈ കിണർ കുഴിച്ചത്. ഏകദേശം 1500ഓളം വർഷം പഴക്കമുണ്ട് ഇതിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉംറകളിൽ ഹജ്ജുകളിലൊക്കെ തലേ ദിവസം ഈ ഒരു കിണറിന്റെ അടുത്ത് വന്ന് ഇറങ്ങുകയും ഇവിടെ രാത്രി ചെലവഴിച്ച് പിറ്റത്തെ ദിവസം രാവിലെ ഈ ഒരു കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് കുളിച്ചുകൊണ്ടായിരുന്നു അത്ര മക്കയിലേക്ക് കയറിയിരുന്നത്. ഈ കിണറിന്റെ പേര് ബിറു ദി തുവ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് വന്ന സമയത്ത് ഈ ഒരു കിണറ്റിന്റെ അടുത്ത് വെച്ചിട്ടാണ് സൈന്യങ്ങളെ വിഭജിച്ചത്. ഓരോ സൈന്യമായിട്ട് വിഭജിക്കുകയും മക്കയുടെ എല്ലാ എൻട്രൻസിൽ കൂടി ഒരുമിച്ച് കയറുക എന്നുള്ള നിർദ്ദേശമൊക്കെ കൊടുത്തത് ഈ ഒരു കിണറിന്റെ അടുത്ത് വെച്ചിട്ടായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എപ്പോൾ മക്കയിലേക്ക് വരികയാണെങ്കിലും ഈ ഒരു കിണറ്റിന്റെ അടുത്ത് തലേ ദിവസം വന്ന് ഇറങ്ങി ഇവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുളിച്ചുകൊണ്ടായിരുന്നു മക്കയിലേക്ക് കയറുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറയുമായിരുന്നു അത്രേ. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ ദീ തുവ കിണർ.